മലയാള സിനിമയിലെ മാസ്റ്റർ പീസ് എന്ന് നമ്മൾ കരുതിയിരുന്ന പല സിനിമകളും കോപ്പിയടി സിനിമകളാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ ഒത്തിരി ആസ്വദിച്ചു കണ്ട മലയാളം സിനിമകളും അതിൻ്റെ ഒറിജിനൽ വേർഷനുമാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ആദ്യ സിനിമ ആകാശദൂത്. ഒരു തവണ മാത്രം കാണാൻ സാധിക്കുന്ന സിനിമ, അറിയാതെങ്ങാനും വീണ്ടും കണ്ടേക്കരുതേ എന്ന് ഞാൻ ആഗ്രഹിച്ച സിനിമ. അത്രയും ഇമോഷണലി നമ്മെ വിഷമിപ്പിച്ച ചിത്രം 1983 ഇറങ്ങിയ ഹൂ വിൽ ലവ് മൈ ചിൽഡ്രൻ എന്ന ടെലിവിഷൻ സിനിമയുടെ റീമേക്കാണ്. ആ ചിത്രം ലുസേൽ ഫ്രേ എന്ന സ്ത്രീയുടെ ജീവിതത്തെ ആസ്പദമാക്കിയെടുത്ത ജീവചരിത്ര സിനിമയാണ്. അതായത് യഥാർത്ഥ സംഭവമാണ് ഈ സിനിമ. പിന്നീട് 1993 മലയാളത്തിലേക്ക് ആകാശദൂത് എന്ന പേരിൽ റീമേക്ക് ചെയ്തു. ഇനി അടുത്ത ചിത്രം നമ്മെ ഏറെ ടെൻഷൻ അടിപ്പിച്ച സിനിമയായ 1992 ഇറങ്ങിയ മാളൂട്ടി എന്ന സിനിമ. 1989 ഇറങ്ങിയ എവരിബഡീസ് ബേബി എന്ന ചിത്രത്തിന്റെ കോപ്പിക്കാറ്റാണ്. ഒത്തിരി റിപ്പീറ്റ് വാല്യൂ ഉള്ള എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കോമഡി ചിത്രമാണ് 1991 പുറത്തിറങ്ങിയ മൂക്കില്ല രാജ്യത്ത് എന്ന സിനിമ. തിലകൻ ചേട്ടന്റെയും ജഗതി ചേട്ടന്റെയും അഴിഞ്ഞാട്ടം. ആദർശങ്ങൾ പറഞ്ഞിറക്കുന്നതല്ല, സ്വന്തം ജീവിതത്തിൽ പകർത്തി കാണിക്കുന്നതാണ് മഹാൻ. തുടർന്നും ഈ ബഹിഷ്കരണം നടത്താൻ എനിക്ക് മടിയില്ല. അയ്യോ, അയാൾക്ക് ഭ്രാന്താണ്. ഈ ചിത്രം 1989 ഇറങ്ങിയ ദ ഡ്രീം ടീം എന്ന ചിത്രത്തിന്റെ റീമേക്കാണ്. To leave behind the things of this world, the fine houses, the fancy cars, the flashy clothes, because we are all naked in the eyes. If I only say one soul in the air, it was well worth it. Off their medication on a field trip to reality. അടുത്ത ചിത്രമാണ് നമ്മുടെ ഉണ്ണിക്കുട്ടന്റെയും അക്കോസട്ടിന്റെയും കഥ പറഞ്ഞ 1992 ഇറങ്ങിയ യോധ. തിയേറ്ററിൽ പരാജയമായിരുന്നെങ്കിലും പിന്നീട് പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ച സിനിമ. ജഗതി ചേട്ടന്റെ പെർഫോമൻസ് ഒരു രക്ഷയുമില്ല. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഏത് മറവിൽ ഒളിച്ചാലും ഈ അരച്ചുമുട്ടി അപ്പുക്കുട്ടൻ നിന്നെ പുല്ലുപോലെ കണ്ടുപിടിക്കും. ഈ ചിത്രം 1986 ഇറങ്ങിയ ഗോൾഡൻ ചൈൽഡ് എന്ന ചിത്രത്തിന്റെ കോപ്പിയടിയാണ്. ചിത്രത്തിൽ അശോകേട്ടനായി എത്തുന്നത് ഹോളിവുഡ് കോമഡിയൻ ആക്ടറായ എഡി മർഫിയാണ്. ഇനി അടുത്ത ചിത്രം 1988 ഇറങ്ങിയ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്ന എന്ന പ്രിയദർശൻ ചിത്രം. ഈ ചിത്രം 1983 ഇറങ്ങിയ കഥ എന്ന ഹിന്ദി ചിത്രത്തിന്റെ കോപ്പിയടിയാണ്. हंसी की जलवे दिखाने हैं. Let's see. How's that? Brilliant drive. Thank you. അടുത്ത ചിത്രം 1997 ഇറങ്ങിയ പ്രിയദർശൻ ചിത്രം ചന്ദ്രലേഖ. ഈ ചിത്രം 1995 ഇറങ്ങിയ വൈൽ യു വെയർ സ്ലീപ്പിംഗ് എന്ന ചിത്രത്തിന്റെ കോപ്പിക്കാറ്റാണ്. ആ വിവരം കേട്ടവൻ ഇങ്ങനെ കയറി ഉമ്മ വയ്ക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കൂടെ ഉണ്ടായിരുന്ന മാനേജർ അളിയനാണ്, അതുകൊണ്ട് എനിക്ക് കയറി പിടിക്കാനും പറ്റിയില്ല.
സാരമില്ല, ഇത് തുടച്ചാ പോകും. It's part of his life. He's in a coma. Oh, I was gonna marry him. Who's she? She's his fiance. No. He's engaged. Part of his family. So glad he found you. You haven't met Jack yet. It's fine. ഇനി അടുത്തൊരു ചിത്രമാണ് കോപ്പിയടി മന്നൻ പ്രിയദർശന്റെ 2001 ഇറങ്ങിയ കാക്കക്കുയിൽ. ഈ ചിത്രം 1988 ഇറങ്ങിയ എ ഫിഷ് കോൾഡ് വാൻഡ എന്ന ചിത്രത്തിന്റെ കോപ്പിയാണ്. Stupid jerk. Don't ever call me stupid. And I'm not jealous. Then leave. Okay. It's a nice place. Don't touch his dick. His wife. For goodness sake, get off to bed. God, there isn't any ice. അടുത്ത ചിത്രം 2010 ഇറങ്ങിയ ഹിറ്റ് സിനിമയായ ഹാപ്പി ഹസ്ബൻഡ്. SSLC 4 പ്രാവശ്യം എഴുതി തോറ്റ് വീട്ടിൽ കുത്തിയിരിക്കുന്ന എന്റെ ഭാര്യ ശവത്തിന് ദൂരം പറഞ്ഞ മനസ്സിലാവൂ. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പറ സെറീന, പറ. ഈ ചിത്രം 2002 ഇറങ്ങിയ തമിഴ് ചിത്രമായ ചാർലി ചാപ്ലിൻ എന്ന സിനിമയുടെ കോപ്പിയടിയാണ്. ஏங்க அது நம்ம ஆபீஸ் பின் திருப்பதி ராஜ்ல அவன் கூட வந்திருக்கிறது நம்ம திருவோட பொண்டாட்டி இல்ல என்னங்க இது. ഇനി അടുത്ത സിനിമയാണ് ചാപ്പാക്കുരിശ്. ന്യൂ ജനറേഷൻ സിനിമയുടെ തുടക്കകാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് ചാപ്പാക്കുരിശ്. ഈ ചിത്രം ഹാൻഡ് ഫോൺ എന്ന 2009 പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ റീമേക്കാണ്. 알려주려고 했는데 계속 이딴 식으로 전화를 받으시네요. 야, 이 새끼 너 대체 뭐 하는 새끼야? 재미난 동영상 있던데 핸드폰에. 이거 인터넷에 한번 띄워볼까요? കോപ്പിയടി സിനിമകളുടെ ലിസ്റ്റ് അതിത്തിരി വലുതാണ്. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തുടർന്നും ഇതുപോലുള്ള എന്റർടൈനിങ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.